Hello students, welcome back to X and Y Learning. So നമ്മൾ ക്ലാസ് 7ന്റെ MSAT MTSC പാർട്ട് 2 അതായത് ഒരു സെഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് MSAT MTSC. അതിൻ്റെ ഒരു സെക്കൻഡ് സെഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. MSAT MTSC പോലുള്ള കോമ്പറ്റീവ് എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ MSAT MTSC എക്സാംസ് എന്താണെന്ന് നമുക്കറിയാം. MSAT എന്ന് പറഞ്ഞാൽ മലപ്പുറം സഹോദയ നടത്തുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അതേപോലെ MTSC എന്ന് പറയുന്നത് കേരള ഗണിത ശാസ്ത്ര പരിഷത്ത് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. HCF and LCM of two numbers are 84 and 21 respectively. The ratio of the two numbers is 1:4. Then the larger of the two numbers is. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഫോർമുല എന്താണെന്ന് വെച്ചാൽ HCF ഉം LCM ഉം പിന്നെ ആ രണ്ട് നമ്പേഴ്സ് പിന്നെ ആ ഏത് നമ്പേഴ്സിന്റെ HCF LCM ആണോ അത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് HCF ഓഫ് ടു നമ്പേഴ്സ് ഇൻറ്റു LCM ഓഫ് ദ ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് എന്നാണ് ആ ഒരു ഫോർമുല. അതായത് HCF ഓഫ് സേ എ ബി ആണ് ആ നമ്പേഴ്സ്, എയും ബിയും ആണ് ആ രണ്ട് നമ്പേഴ്സ് എങ്കിൽ HCF ഓഫ് എ ബി ഇൻറ്റു LCM ഓഫ് എ ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് നമുക്ക് കിട്ടണം. സോ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? HCF തന്നിട്ടുണ്ട്, LCM തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് നമുക്ക് ഈസിലി കിട്ടും. HCF ഓഫ് എയും ബിയും ആണ് ആ നമ്പേഴ്സ് എന്ന് വിചാരിക്കുക. HCF ഓഫ് എ ബി എന്ന് പറയുന്നത് 84 ഇൻറ്റു LCM ഓഫ് എ ബി എന്ന് പറയുന്നത് 21 ഈക്വൽ ടു എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദോസ് ടു നമ്പേഴ്സ് ആണ്. അപ്പോൾ 84 ഇൻറ്റു 21 ചെയ്യാം. 148 248. സോ കിട്ടും 4 in 1 7 1764 എന്ന് കിട്ടും. 1764 ആണ് എന്ത് ഈ പ്രൊഡക്റ്റ്. അതായത് ഇത് രണ്ടും നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ 1764 എന്ന് കിട്ടുന്നുണ്ട്. അതെന്താണ്? ആ രണ്ട് നമ്പേഴ്സ് എയും ബിയും എന്നുള്ളതിന്റെ പ്രൊഡക്റ്റ് ആണ്. സോ ദിസ് ഈസ് എ ഇൻറ്റു ബി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് നമ്പേഴ്സ് ഏത് റേഷ്യോയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് ദ ടു നമ്പേഴ്സ് ഈസ് 1:4. 1:4 റേഷ്യോയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എ ബൈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4 ആയിരിക്കണം. എ ബൈ ബി എന്ന് പറയുന്നത് 1/4 ആയിരിക്കണം. അല്ലെങ്കിൽ വി ക്യാൻ സേ ബി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എ. ബി എന്ന് പറയുന്നത് 4 ഇൻറ്റു എ ആയിരിക്കണം. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. എ ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു 1. അതായത് ബി ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എ. അപ്പോൾ ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4 ഇൻറ്റു എ എന്ന് കൊടുക്കാം. അതായത് സപ്പോസ് എ ഇൻറ്റു ബി ആണ് 1764 എന്ന് പറയുന്നത്. സോ എ ഇൻറ്റു ബിക്ക് പകരം ഞാൻ 4 ഇൻറ്റു എ എന്ന് കൊടുക്കുകയാണ്. ഈക്വൽ ടു 1764 എന്ന് വരും. അല്ലെങ്കിൽ 4a സ്ക്വയർ ഈസ് ഈക്വൽ ടു 1764. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1764 ഡിവൈഡഡ് ബൈ 4. ഇപ്പോൾ എ സ്ക്വയർ എത്ര കിട്ടും? 1000 ചെയ്ത് നോക്കാം. 64/4 ചെയ്യുമ്പോൾ 17ൽ 4 ടൈംസ് ദാറ്റ് ഈസ് 16. 16ൽ 4 ടൈംസ് അഗെയിൻ ഒരു 4ഉം കൂടെ ഉണ്ട്. 4ൽ എത്രയാ? 1 ടൈം 4. ഓക്കെ, സോ 441 എന്ന് വരും. 441 എന്ന് വരും. എ സ്ക്വയർ 441 ആണ്. എ സ്ക്വയർ 441 ആണെങ്കിൽ നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? എ സ്ക്വയർ 441 ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു 21 ആയിരിക്കും. എ 21 ആണ്. സോറി, എ 21 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ലാർജർ ഓഫ് ദി ടു നമ്പേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലാർജർ ഓഫ് ദി ടു നമ്പേഴ്സ് ഏതാണ്? ബി ആണല്ലേ. നമുക്കറിയാം ബി ആണ് ലാർജർ ഓഫ് ദി ടു നമ്പേഴ്സ്. കാരണം എന്താ? ബി ഇസ് ഈക്വൽ ടു 4a ആണ്. ബി ഇസ് ഈക്വൽ ടു 4a ആണ്. സോ അതുകൊണ്ട് ബി ആണ് ലാർജർ നമ്പർ. ബി എന്ന് പറയുമ്പോൾ അപ്പോൾ 4 ഇൻറ്റു 21 ദാറ്റ് ഈസ് ഈക്വൽ എത്രയാ? 84 എന്ന് വരും. ഈ 4 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് ഡേയ്സ് ലെഫ്റ്റ് ഇൻ നവംബർ ആർ ഡബിൾ ദ നമ്പർ ഓഫ് ഡേയ്സ് ഓൾറെഡി പാസ്ഡ്. ഹൗ മെനി ഡേയ്സ് ആർ ലെഫ്റ്റ് ഇൻ ദി മന്ത്? സോ ഇത് നമ്മളുടെ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ഡേയ്സ് ലെഫ്റ്റ് ഇൻ നവംബർ ആർ ഡബിൾ ദ നമ്പർ ഓഫ് ഡേയ്സ് ഓൾറെഡി പാസ്ഡ്. അതായത് ഇപ്പോൾ നവംബറിൽ കുറച്ചുകൂടി ദിവസം തീരാനുണ്ട്. ആദ്യം നമുക്ക് അറിയേണ്ട ഒരു കാര്യം നവംബറിൽ എത്ര ദിവസമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം നവംബറിൽ there are 30 ഡേയ്സ്. നവംബറിൽ 30 ഡേയ്സ് ഉണ്ട്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? കുറച്ച് ഡേയ്സ് ബാക്കിയുണ്ട്, കഴിയാൻ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള ഡേയ്സ് എന്ന് പറയുന്നത് ഡബിൾ ദ നമ്പർ ഓഫ് ഡേയ്സ് ഓൾറെഡി പാസ്ഡ്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി പാസ്ഡ് ആയിട്ടുള്ള ഡേയ്സ് ഓൾറെഡി പാസ്ഡ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ, എക്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന എത്ര ദിവസമുണ്ട്? അതിന്റെ ഡബിൾ ആണ് ഇനി വരാനിരിക്കുന്നത്. പാസ്സായിട്ടുള്ളതിന്റെ ഡബിൾ വരാനിരിക്കുന്നുണ്ട്. സോ
ഡേയ്സ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 2x ആയിരിക്കും. ഓക്കെ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇപ്പൊ പാസ്സായി കഴിഞ്ഞ ദിവസങ്ങളും ഇനി വരാനുള്ള ദിവസങ്ങളും കൂടെ കൂട്ടിയിട്ടുള്ള ആകെ മൊത്തത്തിൽ എത്രയാണ്? 30 ഡേയ്സ് ഉണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും x പ്ലസ് 2x ഇസ് ഈക്വൽ ടു 30 എന്ന് പറയാൻ പറ്റും. ഓർ 3x ഇസ് ഈക്വൽ ടു 30, x ഈസ് ഈക്വൽ ടു 30/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. x 10 ആണെങ്കിൽ ഇനി എത്ര ദിവസം വരാനുണ്ട് എന്നങ്ങനെ കണ്ടുപിടിക്കും. ഹൗ മെനി ഡേയ്സ് ആർ ലെഫ്റ്റ് ഇൻ ദ മന്ത്? എത്ര ദിവസം ബാക്കിയുള്ളത്? 2x ആണ്. ഇപ്പൊ 2x എന്ന് പറയുമ്പോൾ 2 × 10 ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 10 ദിവസം ഓൾറെഡി കഴിഞ്ഞു, 20 ഡേയ്സ് ഇനി വരാനുണ്ട്. അപ്പോൾ 10ന്റെ ഇരട്ടിയാണ് 20. സോ എത്ര ആ ഒരു 20 ഡേയ്സ് വരാനുണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റെക്ടാങ്കുലർ ഗാർഡൻ ഹാസ് എ ലെങ്ത് ഓഫ് 3x + 5 meters ആൻഡ് വിഡ്ത്ത് ഓഫ് 2x - 1 meters. If the perimeter of the garden is 52 meters, find the length and width of the garden. ഒരു റെക്ടാങ്കുലർ ഗാർഡൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ആൻഡ് അതിന്റെ ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. സോ ഇഫ് ദിസ് ഇസ് ദ റെക്ടാങ്കുലർ ഗാർഡൻ, ലെങ്ത് എന്ന് പറയുന്നത് 3x + 5 meters ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 2x - meters ആണ്. പെരിമീറ്റർ 52. പെരിമീറ്റർ നമുക്കറിയാം, പെരിമീറ്റർ എന്ന് പറയുന്നത് 52 meters ആണ്. ഫൈൻഡ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഗാർഡൻ. ലെങ്ത്തും വിഡ്ത്തും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് വി ഹാവ് ടു ഫൈൻഡ് എക്സ്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് നമുക്കറിയാം പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ വിഡ്ത്ത് ആണ്. ഓക്കെ, സോ 2 × ലെങ്ത് പ്ലസ് വിഡ്ത്ത് എന്ന് പറയാം. സോ ഇവിടെ 2 × ലെങ്ത് എത്രയാ? ലെങ്ത് എന്ന് പറയുന്നത് 3x + 5 ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 2x - 1 ആണ്. സോ 2 × 3x + 5 പ്ലസ് 2x - 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 3x + 5 പ്ലസ് 2x. 3x ഉം 2x ഉം കൂട്ടുമ്പോൾ 5x എന്ന് കിട്ടും. ഓക്കെ, 5x എന്ന് കിട്ടും. 3x 2x കൂട്ടി 5x. 5 - 1 ദാറ്റ് ഈസ് 4 പ്ലസ് 4 എന്ന് വരും. സോ വി ഗെറ്റ് എന്താണ്? ഇതാണ് എന്ത്? ഈ പെരിമീറ്റർ ആണ് ഇപ്പൊ കിട്ടിയ പെരിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? 52 മീറ്റർ. പെരിമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ദിസ് നമുക്ക് ഇതിനെ 52നോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. 52നോട് ഇക്വേറ്റ് ചെയ്യാം. സോ വി ഗെറ്റ് 2 × 5x + 4 ഈസ് ഈക്വൽ ടു 52. അങ്ങനെയാണെങ്കിൽ 5x + 4 എത്രയായിരിക്കും? 52/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 26. 5x + 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ 5x കിട്ടും. 26 - 4 അല്ലേ? 5x + 4 26 ആണ്. അപ്പോൾ 5x എത്രയായിരിക്കും? ഈ +4 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ -4 ആവും. സോ 26 - 4 വിച്ച് ഈസ് ഈക്വൽ ടു 22 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? x എന്ന് പറയുന്നത് 22/5 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 22/5 എന്ന് കിട്ടും. ഓർ അതിനെ നമുക്ക് വാല്യൂ എടുത്താൽ ഡെസിമൽ ഫോമിൽ എഴുതിയാൽ 20ൽ 4 × 5 ഉണ്ട് പോയിന്റ്. ബാക്കി 2 റിമൈൻഡർ വരും. 2/5 എന്ന് വരും. 2/5 എന്ന് പറഞ്ഞാൽ എത്രയാ? 2/5 ഈക്വൽ ടു 4/10. 4/10ന്റെ വാല്യൂ എത്രയാ? 0.4. സോ 4.4 എന്നൊരു വാല്യൂ എക്സിന് നമുക്ക് കിട്ടും. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയാൽ നമുക്ക് ലെങ്ത് എത്രയാണെന്ന് പറയാം. ലെങ്ത് L ഈസ് ഈക്വൽ ടു 3x + 5 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 × 4.4 + 5. 3 × 4.4. 3 × 4 12. 3 × 4 12. അപ്പോൾ 12ഉം പിന്നെ ഒരു 1.2ഉം കൂടെ വരും. ദാറ്റ് ഈസ് 13.2 എന്ന് വരും. പ്ലസ് 13.2 എന്ന് വരും. പ്ലസ് ഒരു എന്തും കൂടെ ഉണ്ട്? 5ഉം കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 13.2ന്റെ കൂടെ 5 കൂട്ടിയാൽ 13ന്റെ കൂടെ 5 കൂട്ടിയാൽ 18. അപ്പോൾ 13.2ന്റെ കൂടെ 5 കൂട്ടിയാൽ 18.2. അപ്പോൾ ലെങ്ത് എത്ര കിട്ടി? ലെങ്ത് ഈസ് ഈക്വൽ ടു 18.2. ലെങ്ത് 18.2 എന്ന് കിട്ടി. വിഡ്ത്ത് എത്രയായിരിക്കും അങ്ങനെയാണെങ്കിൽ? വിഡ്ത്ത് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 2x - 1 ആണ്. ലെങ്ത് 3x + 5 ആണ്. വിഡ്ത്ത് 2x - 1 ആണ്. സോ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2x - 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 × x നമുക്കറിയാം 4.4 ആണ്. -1 ഈസ് ഈക്വൽ ടു 2 × 4.4 8.8. 0.8 - 1 ഈക്വൽ ടു 7.8 എന്ന് വരും. 7.8 meters. So what is the final answer? Width നമുക്ക് കിട്ടി 7.8 meters. ലെങ്ത്തും നമുക്ക് കിട്ടി, വിഡ്ത്തും നമുക്ക് കിട്ടി. 18.2 ആൻഡ് 7.8 ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിസ്സ ഈസ് ഡിവൈഡഡ് ഇൻ ടു 8 ഈക്വൽ സ്ലൈസസ്. 8 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് ദിസ് ഇസ് ദ പിസ്സ. ചുമ്മാ ഒന്ന് വരച്ചു നോക്കാം. 8 പീസായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ 1 2 3 എത്ര പീസസ് ഉണ്ട്?
1 2 3 4 5 6 7 8 പീസസ് ആയിട്ട് പിസ്സ ഡിവൈഡ് ചെയ്തു. 3/4 ഓഫ് പിസ്സ ഈസ് ഈറ്റൺ. 3/4 ഓഫ് പിസ്സ ഈസ് ഈറ്റൺ എന്ന് പറഞ്ഞാൽ ആ പിസ്സേന്റെ മുക്കാൽ ഭാഗം കഴിച്ചു കഴിഞ്ഞു. പിസ്സേന്റെ മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? ഇത്രയും ഉണ്ടാവും പിസ്സേന്റെ മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ. ഹൗ മെനി സ്ലൈസസ് റിമൈൻ? എത്ര സ്ലൈസസ് ഉണ്ട്? 1 2. ഇത്രയും ഭാഗം കഴിച്ചു കഴിഞ്ഞു. മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ടാവും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എത്രയാ? 2 സ്ലൈസസ് ആയിരിക്കും റിമൈൻ ആയിട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് പറയാം 8 സ്ലൈസസ് ആണ് ആകെ ഉള്ളത്. അതിന്റെ 3/4 നമ്മൾ കഴിച്ചു. 8 സ്ലൈസസ് ഉണ്ട്. അതിന്റെ ടോട്ടലിന്റെ 3/4 പാർട്ടാണ് ഈറ്റൺ. ദാറ്റ് ഈസ് 3 into 8/4 എന്ന് പറയുമ്പോൾ 2 into 3 ദാറ്റ് ഈസ് 6 സ്ലൈസസ് എന്ത് കഴിച്ചു കഴിഞ്ഞത്. ബാക്കി എത്ര ഉണ്ടാവും? ടോട്ടൽ 8 സ്ലൈസസ് ഉണ്ട്. അതിന് 6 സ്ലൈസസ് കഴിച്ചു കഴിഞ്ഞാൽ 2 സ്ലൈസസ് ആർ എന്താ ബാക്കി ഉണ്ടെന്ന് പറയാം. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെസിമൽ ഇക്വാലന്റ് ഓഫ് 7/8 ഈസ്. 7/8ന്റെ ഡെസിമൽ ഇക്വാലന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാം? 7/8 ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. 7/8ന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ 0 എന്ന് എടുക്കും, 70 എന്ന് എടുക്കും. 70ൽ എത്ര 8 ഉണ്ട്? 8 times 8 എന്താണ്? 64 ആണ്. ഓക്കെ, സോ 0.8 എന്ന് വരും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. 0.8ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ബാക്കി എത്ര? 6 ഉണ്ടാവും. 6ൽ 8 ഇല്ല. സോ 60ൽ എത്ര 8 ഉണ്ട്? 8 into 7. 8 into 7 എത്ര? 7 into 8 ആണ് എന്ത്? 56. ബാക്കി 4 ഉണ്ടാവും. 4ലില്ല. 40ൽ 5 times. സോ 875. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, if A is to B is equal to 3 is to 4 and B is to C is equal to 2 is to 3 then A is to C is. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം A B C 3 നമ്പേഴ്സ് ഉണ്ട്. A is to B, A is to B is to C ആണ് കണ്ടുപിടിക്കേണ്ടത്. A is to B എത്രയാ? 3 is to 4. B is to C എത്രയാ? 2 is to 3. ഇവിടെ നിങ്ങൾ നോക്കുക, ബിയിൽ 1ൽ 4 ആണ്, 1 2 ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 3ന്റെയും ഒരുമിച്ചുള്ള ഒരു റേഷ്യോ നമുക്ക് എടുക്കാൻ പറ്റും. സോ ഈ ഒന്നെങ്കിൽ ഈ 2നെ 4 ആക്കാം, അല്ലെങ്കിൽ 4നെ 2 ആക്കാം. നമുക്ക് 2നെ 4 ആക്കുന്നതാണ് എളുപ്പം. 2നെ നമ്മൾ 4ലേക്ക് ആക്കുക. ഈ ബിനെ സെയിം ആക്കാനാണ്, ബിന്റെ റേഷ്യോ എന്നുള്ളത് സെയിം ആക്കാനാണ്. ഈ 2നെ ഞാൻ 4ലേക്ക് ആക്കാൻ. 2നെ ഞാൻ 4 ആക്കുമ്പോൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡും ഇൻറ്റു ചെയ്യാം. ഈ ബിയും സിയും തമ്മിലുള്ള റേഷ്യോ 4:6 എന്ന് വരും. ഓക്കെ, എന്താ ചെയ്തത്? 2:3 എന്നുള്ള റേഷ്യോനെ 4:6 എന്നാക്കി മാറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബിന്റെ റേഷ്യോ ആദ്യത്തെ റേഷ്യോയിൽ 4 ആണുള്ളത്, രണ്ടാമത്തേൽ 2 ആണുള്ളത്. ആ ബിന്റെ സെയിം റേഷ്യോ സെയിം ആക്കി കഴിഞ്ഞാൽ ഈ മൂന്നും തമ്മിലുള്ള റേഷ്യോ ഒരുമിച്ച് എഴുതാൻ നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ 4:6 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും A:B:C എന്താ? 3:4:6. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് 3:4:6. ഓക്കെ, ഇനി ഇതിന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A:C കണ്ടുപിടിക്കാം. A:C എത്രയാ? A:C എന്ന് പറയുന്നത് A:C ആണ്. സോ 3:6 എന്ന് വരും. A:C is equal to 3:6. ദാറ്റ് ഈസ് ഈക്വൽ ടു 1:2 എന്ന് വരും. ഓക്കെ, A:C is equal to 1:2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ശ്യാമ ബോട്ട് 5 kilogram 300 gram apples and 3 kilogram 250 gram mangoes. What is the total weight of fruit did she buy? ശ്യാമ വാങ്ങിയിരിക്കുന്ന ടോട്ടൽ ഫ്രൂട്ട്സിന്റെ വെയിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈസിയാണ്, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 5 kilogram 3 kilogram ടോട്ടൽ 8 kilogram ഉണ്ടാവും. ഓക്കെ, ഓപ്ഷൻസിലെല്ലാം 8 kilogram ഉണ്ട്. 300 gram 250 gram എത്രയാ? 300 gram plus 250 gram ദാറ്റ് ഈസ് ഈക്വൽ ടു 550 gram. 550 gram അപ്പോൾ എത്ര ഉണ്ടാവും? 550 gram എന്ന് പറയുന്നത് എത്രയാ? 0.550 കിലോഗ്രാം ആണ്. ഓക്കെ, സോ 8 kilogram ഉണ്ട് പ്ലസ് 0.550 kilogram ഉണ്ട്. ഏതായിരിക്കും ഓപ്ഷൻ വരിക? 300 ഗ്രാമും 250 ഗ്രാമും 8.550. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 75% ഓഫ് വാട്ട് നമ്പർ ഈസ് 15? അപ്പോൾ ഏതോ ഒരു നമ്പറിന്റെ 75% എന്നത് 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏത് നമ്പറിൻ്റെ ആയിരിക്കും? സേ ആ നമ്പർ ഞാൻ എക്സ് എന്ന് എടുത്താൽ എക്സിന്റെ 75% ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 75/100 ഇസ് ഈക്വൽ ടു 15 എന്ന് വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? 15 100നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 15 into 100 75നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഡിവൈഡഡ് ബൈ എന്ന് വരും. ഇൻറ്റു 75 ആണ്, ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 75 എന്ന് വരും. അപ്പം 15ഉം 75ഉം ക്യാൻസൽ ചെയ്യാം, 5 എന്ന് എഴുതാം. 100/5 എന്ന് എടുത്താൽ 100/5 ഈസ് ഈക്വൽ ടു എത്രയാ? 20. ഓക്കെ, അപ്പോൾ ആ നമ്പർ എത്രയാന്ന് കിട്ടും? 20 ആണെന്ന് കിട്ടും. ഇനി വെറുതെ നിങ്ങൾ എടുത്ത് നോക്ക്, 20ന്റെ 75% എത്രയാ? 20 into 75/100 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 15 എന്നൊരു ആൻസർ കിട്ടും. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12 1/2 ഇൻറ്റു 5 3/4 പ്ലസ് 12 1/2 ഇൻറ്റു 4 1/4. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ, അതായത് ഇപ്പം ഹോൾ നമ്പറും അല്ലെങ്കിൽ ഹോൾ നമ്പറും ഫ്രാക്ഷനും ഒരുമിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ മാറ്റണം? 12 1/2 ഇൻറ്റു 5 3/4 പ്ലസ് 12 1/2 ഇൻറ്റു 4 1/4. സോ നിങ്ങൾ ഈ രണ്ട് ടേം നോക്കുക. ഈ രണ്ട് ടേമിൽ എന്തുണ്ട്? 12 1/2 എന്നത് കോമൺ ആയിട്ടുണ്ട്. സോ ഞാൻ ആ 12 1/2നെ പുറത്തേക്ക് എടുക്കുകയാണ്. ബാക്കി എന്തുണ്ടാവും? 5 3/4 പ്ലസ് 4 1/4. ഓക്കെ, രണ്ട് ടേമിലും 12 1/2 ഉണ്ട്. സോ അതിനെ പുറത്തേക്ക് എടുത്താൽ 12 1/2 ഇൻറ്റു 5 3/4 പ്ലസ് 4 1/4 എന്ന് വരും. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെന്താണ്? 12 1/2 ഇൻറ്റു 5 3/4ന്റെ കൂടെ 4 1/4 ആഡ് ചെയ്യുക. അതായത് 5ന്റെ കൂടെ 4 ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 9 എന്ന് കിട്ടും. 3/4ഉം 1/4ഉം ആഡ് ചെയ്താൽ 4/4 വിച്ച് ഈസ് 1. അപ്പം 9ഉം കൂടെ ഒരു 1ഉം കിട്ടും. ദാറ്റ് ഈസ് 9 പ്ലസ് 1. അപ്പോൾ 12 1/2 ഇൻറ്റു 10 എന്ന് വരും. 12 1/2 ഇൻറ്റു 10 എന്ന് വരും. 12 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 1/2 എന്ന് പറഞ്ഞാൽ 12.5 ആണ്. ഇൻറ്റു 10 ചെയ്താൽ 125 എന്ന് വരും. 12.5 ഇൻറ്റു 10 ചെയ്താൽ ആ പോയിന്റ് അവിടെ നിന്ന് പോകും. 125 എന്നൊരു ആൻസറിലേക്ക് എത്തും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അശോക് ഹാസ് 10 1 rupee coins of similar kind. He puts them exactly one on other. What shape will he get finally? അശോകിന്റെ അടുത്ത് 10 1 രൂപ കോയിൻസ് ഉണ്ട്. ആ 1 രൂപ കോയിൻസ് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അശോക് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ എന്ത് ഷേപ്പാണ് കിട്ടാന്ന് ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഈസി ആയിട്ട് കിട്ടും. നമ്മൾ 1 രൂപ കോയിൻസ് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോയിൻസ് എടുത്തിട്ട് നമ്മൾ ഓരോന്നിന്റെ മേലെ 1 രൂപ കോയിൻസ് തന്നെ 10 എടുത്ത് ഓരോന്നിന്റെ മേലെ ഓരോന്ന് പ്ലേസ് ചെയ്താൽ നമുക്കൊരു സിലിണ്ടർ ഷേപ്പാണ് കിട്ടുക. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി, സിലിണ്ടർ ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പവർ ഓഫ് 9 ഈസ് ഈക്വൽ ടു 3/6? 9ന്റെ ഏത് പവർ ആണ് 3/6 ആയിട്ട് കിട്ടാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സപ്പോസ് 9/x ഇസ് ഈക്വൽ ടു 3/6. ഇതാണ് ക്വസ്റ്റ്യൻ. 9ന്റെ ഒരു പവർ ഉണ്ട്, എക്സ് എന്നുള്ള പവർ ഉണ്ട്. അത് ഈക്വൽ ടു 3/6 ആയിരിക്കണം. അപ്പോൾ 9/x ഈസ് ഈക്വൽ ടു 3/6 ആയിരിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം 9/x എന്ന് പറഞ്ഞാൽ 9 എന്ന് പറഞ്ഞാൽ എന്താ? 3 സ്ക്വയർ ആണ്. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. സോ 3 സ്ക്വയർ ഹോൾ റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 3/6 എന്ന് പറയാം അല്ലേ? അപ്പോൾ 3 സ്ക്വയർ ഹോൾ റേസ് ടു എക്സ് അത് ഏത് ഫോർമുല? a റേസ് ടു m ഹോൾ റേസ് ടു n. a റേസ് ടു m ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ a റേസ് ടു m ഇൻറ്റു n. ദാറ്റ് ഈസ് 3 റേസ് ടു 2 ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ 3 റേസ് ടു 2x ഈക്വൽ ടു 3 റേസ് ടു 6. ഓക്കെ, 3 റേസ് ടു 2x ഈസ് ഈക്വൽ ടു 3 റേസ് ടു 6. ബേസ് രണ്ടും സെയിം ആണ്, 3 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പോണൻസും സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് 2x ഷുഡ് ബി ഈക്വൽ ടു 6, അല്ലെങ്കിൽ x ഷുഡ് ബി ഈക്വൽ ടു 6/2 വിച്ച് ഈസ് ഈക്വൽ ടു 3. x എന്തായിരിക്കണം? 3 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഏത് പവർ ആയിരിക്കണം? 9ന്റെ തേർഡ് പവർ ആയിരിക്കണം. ദാറ്റ് മീൻസ് 9 ക്യൂബ് ഇസ് ഈക്വൽ ടു 3 റേസ് ടു 6 എന്ന് നമുക്ക് ഈസിലി പറയാൻ പറ്റും. ഓക്കെ, 9 ക്യൂബ് ഇസ് ഈക്വൽ ടു 3 റേസ് ടു 6. Next question, if two cubes of dimensions 3 cm by 3 cm by 3 cm are placed side by side, what should be the dimensions of the resulting cuboid? അതായത് രണ്ട് ക്യൂബ്സ് ഉണ്ട്, 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഉള്ള രണ്ട് ക്യൂബ്സ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇമാജിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ആണ്. ജസ്റ്റ് ഞാനൊന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. രണ്ട് ക്യൂബ്സ് എന്ന് പറയുമ്പോൾ there are, ഇതാണ് ഒരു ക്യൂബ് എന്ന് വിചാരിക്കാം. ദിസ് ഈസ് 1 ക്യൂബ്. സൈഡ് എത്രയാ? 3 സെന്റിമീറ്റർ. എല്ലാ എഡ്ജും 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ക്യൂബാണ്, എല്ലാ എഡ്ജും ഈക്വൽ ആയിരിക്കും. ഇതിന്റെ കൂടെ അനദർ ക്യൂബ് നമ്മൾ പ്ലേസ് ചെയ്യാം. ഇതിന്റെ കൂടെ വേറൊരു ക്യൂബ്. സോ അതിന്റെ കൂടെ തന്നെ ഞാൻ അനദർ 3 സെന്റിമീറ്റർ സൈഡ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഉള്ള ഒരു ക്യൂബ് ഞാൻ അതിന് വെച്ചാൽ അതിന്റെ ഡയമെൻഷൻസിൽ എന്ത് ചേഞ്ചാ വരിക എന്നാ ചോദിച്ചിട്ടുള്ളത്. രണ്ട് ക്യൂബ്സേ ഉള്ളൂ. സോ എന്തായിരിക്കും പുതിയ ഡയമെൻഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ലെങ്ത് എത്രയാണ് വരുന്നത്? ലെങ്ത് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. 6 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ് വരുന്നത്? ബ്രെഡ്ത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ലെങ്ത് മാത്രമാണ് ഇവിടെ ചേഞ്ച് ആയത്. യെസ്, ലെങ്ത് മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. ബ്രെഡ്ത്ത് എത്രയാ? ഇപ്പോഴും 3 തന്നെയാണ്. ഓക്കെ, സോ 6 ഇൻറ്റു 3 ഇൻറ്റു ഹൈറ്റ് എന്താ? ഹൈറ്റ് ചേഞ്ച് ആവുന്നുണ്ടോ? ഹൈറ്റ് നിങ്ങൾ നോക്ക്, ഹൈറ്റ് ഇപ്പോഴും സെയിം തന്നെയാണ്. ആകെ ലെങ്ത് മാത്രമേ ഇവിടെ മാറിയിട്ടുള്ളൂ. ഹൈറ്റ് എത്രയാണ്? 3 ആണ്. അപ്പോൾ 6 ഇൻറ്റു 3 ഇൻറ്റു 3 എന്നൊരു ആൻസറിലേക്ക് നമുക്ക് ഈസിലി എത്താൻ പറ്റും. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സർക്കംഫറൻസ് ആൻഡ് റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് 74 മീറ്റർ. വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ? അതായത് നമുക്കറിയാം സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ഈക്വൽ ടു 2πr. ഓക്കെ, റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? r ആണ്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താ? 2πr മൈനസ് r ഈക്വൽ ടു എന്താണ്? 74 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ? അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ 2πr കണ്ടുപിടിക്കണം. 2πr കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ അറിയണം? r അറിയണം. അപ്പൊ ഇതിൽ നമുക്ക് r കണ്ടുപിടിച്ചൂടെ? ഈ രണ്ട് ടേമിൽ എന്തുണ്ട്? r ഉണ്ട്. സോ r ഞാൻ കോമൺ ആക്കിയിട്ട് എടുത്തു. ബാക്കി r ഇൻറ്റു 2π മൈനസ് 1 എന്ന് വരും. ഓക്കെ, ഇവിടെ നിന്ന് r കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 2π ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് r എടുക്കുമ്പോൾ ബാക്കി അവിടെ ഒരു 1 ഉണ്ടാവും. 2π മൈനസ് 1 ഇസ് ഈക്വൽ ടു 74. ഓക്കെ, അങ്ങനെയാണെങ്കിൽ r ഇസ് ഈക്വൽ ടു 74 ഡിവൈഡഡ് ബൈ 2π മൈനസ് 1 എന്ന് വരും. r is equal to 74 divided by 2π minus 1 എന്ന് വരും. സോ പൈക്ക് ഞാൻ ഇവിടെ ഒരു വാല്യൂ കൊടുക്കുകയാണ് 74 by 2π 2 into 22 by 7 minus 1. Okay, that is equal to 74 divided by 44 minus 7 by 7 എന്ന് വരും. That is 74 into 7 divided by 44 minus 7 ചെയ്താൽ നമുക്ക് 37 എന്ന് കിട്ടും. 74 into 7 by 37 എന്ന് കിട്ടും ആറിന്റെ വാല്യൂ. ഇനി അത് എന്ത് ചെയ്യണം? ഇനി നമുക്ക് സർക്കംഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 2πr ആണ് കണ്ടുപിടിക്കേണ്ടത്. 2πr ഈസ് ഈക്വൽ ടു πr എന്ന് പറയുമ്പോൾ 2 into 22 by 7 ആറിന് പകരം ഞാൻ 74 into 7 divided by 37 എന്ന് എടുക്കുകയാണ്. ഇവിടെ നമുക്ക് 7 ക്യാൻസൽ ചെയ്യാം. ബാക്കി 22 37 ഉണ്ട്. 2 into 22 into 74 by 37. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് 74ഉം 37ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2 times 37 ആണ് എന്ത്? 74 എന്ന് പറയുന്നത്. അപ്പോൾ 2 into 22 into 2 ദാറ്റ് ഈസ് 4 into 22 ദാറ്റ് ഈസ് 88 എന്ന് വരും. അപ്പോൾ 88 മീറ്റർ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ സർക്കംഫറൻസ് ആൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ ആർ ന്യൂമറിക്കലി ഈക്വൽ, വാട്ട് ഈസ് ദ ഡയമീറ്റർ ന്യൂമറിക്കലി ഈക്വൽ ടു? സർക്കംഫറൻസും ഏരിയയും ഈക്വൽ ആണ്. സർക്കംഫറൻസും ഏരിയയും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർക്കംഫറൻസ് ഈസ് 2πr. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് എന്താ? πr² ആണ്. 2πr ഈക്വൽ ടു πr² ആണെങ്കിൽ സർക്കംഫറൻസ് ഈക്വൽ ടു ഏരിയ. സോ 2πr ഈസ് ഈക്വൽ ടു πr². പൈയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരാറും ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? r ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. റേഡിയസ് ഈക്വൽ ടു 2 യൂണിറ്റ്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് 2 യൂണിറ്റ്സ് ആണെങ്കിൽ വാട്ട് ഈസ് ദി ഡയമീറ്റർ ന്യൂമറിക്കലി ഈക്വൽ ടു? ഡയമീറ്റർ നമുക്കറിയാം 2r ആണ്. ദാറ്റ് ഈസ് 2 into 2 4 യൂണിറ്റ്സ് എന്ന്. 4 യൂണിറ്റ്സ് ആണ് ഇവിടെ എന്ത് വരുന്നത്? ഡയമീറ്റർ വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കോംപ്ലിമെന്ററി ആംഗിൾ ഓഫ് 12 ഡിഗ്രി? 12 ഡിഗ്രീന്റെ കോംപ്ലിമെന്ററി ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പറയാം കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലിമെന്ററി ആംഗിൾ ഉണ്ട്, സപ്ലിമെന്ററി ആംഗിൾ ഉണ്ട്. കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുമ്പോൾ രണ്ട് ആംഗിൾസ് കോംപ്ലിമെന്ററി എന്ന് പറയണമെങ്കിൽ ആ രണ്ട് ആംഗിൾസ് സം ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് 90 ഡിഗ്രി കിട്ടണം. ആ രണ്ട് ആംഗിൾസ് സപ്ലിമെന്ററി എന്ന് പറയണമെങ്കിൽ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് 180 ഡിഗ്രി കിട്ടണം. സോ ഇവിടെ കോംപ്ലിമെന്ററി ആംഗിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു ആംഗിൾ എക്സ് ആണെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 12, ആ രണ്ട് ആംഗിൾസ്, ഒരു ആംഗിൾ 12 ആണ്. ഇതിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ഞാൻ എക്സ് എന്ന് എടുത്താൽ എക്സ് പ്ലസ് 12 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 90 ഡിഗ്രി എന്ന് കിട്ടണം. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 90 മൈനസ് 12 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 78 ഡിഗ്രി എന്ന് വരും. ഓക്കെ, 78 ഡിഗ്രിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സപ്ലിമെന്ററി ആണ് ചോദിച്ചിരുന്നെങ്കിലോ 12 ഡിഗ്രീൻ്റെ സപ്ലിമെന്ററി ആണ് ചോദിച്ചിരുന്നെങ്കിൽ 180 നമ്മൾ മൈനസ് ചെയ്യും. 90 മൈനസ് ചെയ്ത പോലെ 180 മൈനസ് 12 ചെയ്യും. അപ്പോൾ നമുക്ക് സപ്ലിമെന്ററി ആയിട്ടുള്ള ആംഗിൾ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫൈൻഡ് ദി ആംഗിൾസ് എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി. DE ഈസ് പാരലൽ ടു DC. DE എന്ന ലൈന് DC എന്ന ലൈനിന് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. BEയും DCയും പാരലൽ ആണെങ്കിൽ ഈ BE എന്ന ലൈന് ഇങ്ങനെയുണ്ട്, DC എന്ന ലൈന് ഇങ്ങനെയുമുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ട്രാൻസ്വേഴ്സൽ ആയിട്ട് പോകുന്ന ലൈനാണ് ഈ AD എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ആംഗിളും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ 50യും എക്സും ഈക്വൽ ആയിരിക്കണം. ആ ട്രാൻസ്വേഴ്സലിൻ്റെ അല്ലെങ്കിൽ ആ പാരലൽ ലൈൻസിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്ന് പറയാം. സോ എക്സ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് നമുക്ക് ഈസിലി പറയാൻ പറ്റും.
ഇനി y എങ്ങനെ കണ്ടുപിടിക്കും? x 50 ഡിഗ്രി ആണ്, x 50 ഡിഗ്രി ആണ് കിട്ടി. അതേപോലെ ഇനി ഈ ഡി സി ഇ ബിനെ ഇന്റർസെക്ട് ചെയ്ത് പോകുന്ന മറ്റൊരു ലൈനാണ് എ സി എന്ന് പറയുന്നത്. ഈ രണ്ട് ഡി സി എന്ന പാരലൽ ലൈനിനെയും ഇ ബി എന്ന പാരലൽ ലൈനിനെയും ഇന്റർസെക്ട് ചെയ്ത് പോകുന്ന മറ്റൊരു ട്രാൻസ്വേഴ്സിലാണ് എ സി എന്ന് പറയുന്നത്. സോ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കണം. ക്ലിയർ? ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ച ശേഷം ഈ ഒരു ട്രയാംഗിളിലെ ടോട്ടൽ ആംഗിൾസ് നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഈ ട്രയാംഗിളിലെ ടോട്ടൽ ആംഗിൾസ് നോക്കാം. ഇവിടെ എക്സ് നമുക്ക് എന്ത് കിട്ടി? ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി ആണ് കിട്ടി. ഇങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ട്രയാംഗിൾ ഡി സി എ നിങ്ങൾ നോക്ക്, എക്സ് 50, ഇത് 100. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്തായിരിക്കണം? ടോട്ടൽ സമ്മ് 180 ഡിഗ്രി ആയിരിക്കണം. സോ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് 50 പ്ലസ് 100 പ്ലസ് y ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കണം. കാരണം എന്താ? ഈ ഒരു ടോട്ടൽ ട്രയാംഗിളിലെ ആംഗിൾസ് സം ചെയ്യുമ്പോൾ 180 കിട്ടണം. സോ y ഈസ് ഈക്വൽ ടു 180 മൈനസ് 100 പ്ലസ് 50 എത്രയാ? 150 എന്ന് വരും. 180 150 പോയാൽ 30 ഡിഗ്രി എന്ന് വരും. സോ നമുക്ക് y 30 എന്നും കിട്ടി. x 50, y 30. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? x 50 ആണ്. യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. y 30യുമാണ്. യെസ്. സോ അത്രയാണ് നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. സോ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഓൾറെഡി നമ്മളൊരു സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ കണ്ടവരെല്ലാവരും ആ സെഷൻ മുന്നത്തെ സെഷൻ കാണാത്തതുണ്ടെങ്കിൽ ഉടനെ ആ വീഡിയോ പോയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊരു സെഷനിലുമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.